ശ്രീമതി ഭാഗ്യലക്ഷ്മി, 1 മുതൽ 6 വരെ പ്രതികൾ മാത്രമാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. അവർക്ക് കൂട്ടബലാത്സംഗത്തിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷയുടെ ഏറ്റവും ചെറിയ ശിക്ഷ, അതായത് 20 വർഷത്തെ കഠിന തടവ് മാത്രം. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അതെ, ഒരു പെണ്ണിന്റെ മാനത്തിന് 5 ലക്ഷം റുപ്യ വിലയോ അല്ലേ? കാട്ടാളന്മാരുടെ ഇടയിൽ പോലും ഇങ്ങനെ ഒരു വിചിത്ര നിയമം കാണുകയില്ല. നിങ്ങളുടെ നിയമം ചുട്ട് ചാമ്പലാക്ക്, ന്യായശാസ്ത്രങ്ങൾ കടലിലേക്ക് എടുത്തെറിയ. അതെ അതെ, 50,000 രൂപ വീതം ഓരോ പ്രതിക്കും പിഴ ശിക്ഷ, അതിൽ 5 ലക്ഷം അതിജീവിതയ്ക്ക് കൊടുക്കണമെന്നുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പോ എല്ലാം തീർത്ത് അവസാനിപ്പിക്കുകയാണല്ലേ? നമ്മൾ തമ്മിലുള്ള കണക്ക് തീർത്താ തീരുവോ? നിന്റെയൊക്കെ സർവീസ് നിഘണ്ടുവിലെ തലയിൽ കിരീടമുള്ളവന്മാർക്ക് അവന്റെയൊക്കെ തന്ത ഉണ്ടാക്കിയ നിയമം അല്ലെ? എടുത്ത് കാർക്കിച്ച് തുപ്പും സക്കീർ ഹുസൈൻ. അപ്പൊ മറ്റവരെയൊക്കെ വെറുതെ വിട്ടമാരി ഇവരെ അങ്ങ് വെറുതെ വിട്ടാ മതിയായിരുന്നു. ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഇതിപ്പോ നമ്മൾ ചില കുട്ടികളെ ശാസിക്കില്ലേ, ഇനി കുറുമ്പ് കാണിക്കരുത് എന്നൊക്കെ, അതുപോലെ ആയ മാതിരിയേ തോന്നുള്ളൂ. അവളുടെ മാനത്തിന് 5 ലക്ഷം രൂപ വിലയുള്ളൂ. ഈ രാജ്യത്ത് ഈ വ്യവസ്ഥിതിയിൽ ജനിച്ചു പോയി എന്ന ഒറ്റ തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. യുവർ ഓണർ, their birth was indeed their mistake. എന്നിട്ട് നമ്മളൊന്നും പറയാനും പാടില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കെതിരെ കേൾക്കും. ഇതാണ് ഇപ്പോൾ ഉള്ള കുഴപ്പം. ഒരു കാര്യം പറയാൻ സമ്മതിക്കില്ല. എന്താ പറയാ ഇതിന്, എനിക്കറിയില്ല എന്താ പറയണ്ട. ഇത് എന്ത് രാജ്യമാണെന്നൊക്കെ തോന്നിപ്പോവുക. Don't regret, Mr. Kurula. മർഡർ കേസുകൾ ഇനിയും വരും. You'll get your chance. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞ, ഇത് ചെയ്തവരെല്ലാവരും വളരെ നിഷ്കളങ്കരും. അവൾ ഒരു വലിയ കുറ്റക്കാരിയും പോലെ ആയിപ്പോയി. കോടതിക്ക് മുമ്പിൽ തെളിയിച്ചിട്ടും കോടതി പറയുന്നു അതിൽ അസാധാരണമായി ഒന്നുമില്ലെന്ന്. കഷ്ടം. ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം നമ്മളെ എന്താ പറയാ, വാ കെട്ടി വെക്കില്ലേ, മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞിരിക്കല്ലേ. അതെവിടുത്തെ ന്യായം? അതിവിടുത്തെ ന്യായം. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? വിധി വായിച്ച ശേഷം മിണ്ടാം എന്നാണ് പറഞ്ഞത്. വിധി വായിച്ചു കേട്ടാലും പറയാൻ പാടില്ല എന്നാണല്ലോ രാവിലെ പറഞ്ഞത്. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായി. പിന്നെ ശിക്ഷ ഇളവ് വേണം എന്ന് പറയുമ്പോ കോടതി പറയുന്നു പരിഗണിക്കാം എന്ന് പറയുന്നു. ഇതെന്ത് ന്യായം? ഇതെന്ത് നീതി? എന്താണിത്? അപ്പൊ ഇനി നാളെ ഇതുപോലെ ബലാത്സംഗം ചെയ്യുന്നവരും ഇത്തരത്തിൽ പെരുമാറുന്നവർക്കൊക്കെ ഒരു രാമൻ പിള്ളയെ വെക്കാം. എന്നെ ചതിക്കുവായിരുന്നില്ലേ? വളരെ ചെറിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം. അത് നല്ലൊരു സന്ദേശമല്ലേ സമൂഹത്തിന് കൊടുക്കുന്നത്? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. എനിക്ക് അവള് വീട്ടിലുണ്ട്. അവള് എന്തായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. എനിക്ക് അവളെ വിളിക്കാൻ പേടിയാണ്, അവളോട് സംസാരിക്കാൻ പേടിയാ. കാരണം അവൾക്ക് അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരുപാട് സംസാരിക്കുന്നവനാ എല്ലാരും പറയുന്നത്, പക്ഷെ ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അല്ല, കോടതി വിധി സ്വാഗതം ചെയ്യുന്നു. കുറ്റക്കാരാണെന്ന് കോടതി ഇപ്പോൾ വിധിച്ച പ്രതികൾക്ക് നല്ല ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ കേസിന്റെ തുടക്കം മുതൽ മഞ്ജു വാര്യർ പറഞ്ഞു ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് എന്ന്. അത് വലിയൊരു പോയിന്റ് അല്ലടോ. പിന്നീട് പ്രോസിക്യൂഷനും കണ്ടെത്തിയത് ഗൂഢാലോചന ഉണ്ട് എന്നാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ശരിയാണ്, പക്ഷെ ഞാൻ പിടിക്കപ്പെട്ടാൽ എനിക്കെല്ലാം നഷ്ടപ്പെടും. ഇതുവരെ ഞാൻ നേടിയ ബഹുമാനം, പണം, പ്രശസ്തി, കുടുംബം എല്ലാം. ഒന്നാം പ്രതിയും പറഞ്ഞത് ഇതൊരു കൊട്ടേഷനാണ്, ഗൂഢാലോചനയുണ്ട്. അതിജീവിതയും പറഞ്ഞത് അത് തന്നെയാണ്, കൊട്ടേഷനാണ്. അപ്പോൾ ഒരു കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടാവുമല്ലോ. പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതണമാരി ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറയായി. ഇപ്പോ വെറുതെ വിട്ട നമ്മുടെ പ്രിയപ്പെട്ട ദിലീപും പറയുന്നത് ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്നാണ്. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. തീർച്ചയായും അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. അപ്പോൾ ആ ഗൂഢാലോചന ഉണ്ട് എന്ന് ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായിരിക്കുന്നു. എല്ലാ മാധ്യമ വാർത്തകളിലും ഒക്കെ വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു. അപ്പോൾ അത് ഇപ്പോൾ വ്യക്തമാകേണ്ടതുണ്ട്. എന്താണ് ഗൂഢാലോചന? ആരാണ് ഗൂഢാലോചന നടത്തിയത്? ആർക്കെതിരെയൊക്കെയാണ് ഈ ഗൂഢാലോചന നടന്നിട്ടുള്ളത്? അത് കൃത്യമായി കണ്ടെത്തണം. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും ഒരുപോലെ ഒരേ സ്വരത്തിൽ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ
കോടതിക്ക് മാത്രം അത് ബോധ്യമായില്ല എന്ന് പറയുന്നു. അതിലൊരു ചതിയില്ലേ? അത് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഗൂഢാലോചന കൃത്യമായി അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ഗൂഢാലോചന നടത്തിയവരെ അവരാര് തന്നെയായിരുന്നാലും ശരി ഏറ്റവും മാതൃകാപരമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള നമ്മുടെ പൊതുസമൂഹത്തിന്റെ വിശ്വാസ്യത അത് വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയായിട്ട് മാറും. 100% ഞാൻ യോജിക്കുന്നു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്കോ അതിൻ്റെ മറ്റു ന്യായ വിചാരങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതിനെപ്പറ്റി ഒന്നും ചോദിക്കണ്ട, എനിക്ക് ഭ്രാന്തായി പോവും. എല്ലാവരും ഒരേ സ്വരത്തിൽ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കണ്ടേ? പൊതുസമൂഹം മുഴുവൻ അങ്ങനെ ഒരു 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 ഗൂഢാലോചന സിദ്ധാന്തം ഇപ്പോൾ വിശ്വസിക്കുന്ന ഒരു മട്ടാണ്. അപ്പോൾ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അതിങ്ങനെ അന്തരീക്ഷത്തിൽ ശൂന്യതയിൽ ഉണ്ടാവില്ലല്ലോ, അതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയവരുണ്ടാവും. അവരെ കണ്ടെത്തണം, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, പരമാവധി ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. അല്ല, അത് അതിജീവിതം തന്നെ നീതി ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന? അതിജീവിത പറയുന്നത് നീതി ലഭിച്ചിട്ടില്ല എന്നാണ്. അതിജീവിതയെ അനുകൂലിക്കുന്നവർ മുഴുവൻ പറയുന്നതും നീതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഈ കാര്യത്തിൽ അനന്തരം ഞാനും പിന്താങ്ങും.